ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പി. ഇവിടെ യൂട്യൂബിൽ ട്രെൻഡായിട്ട് നിൽക്കുന്ന കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടമാകും. ഇന്നത്തെ ഈ പുഡിങ്ങിൽ ചൈനാഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും തന്നെ അല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുഡിങ് തയ്യാറാക്കുന്നതിൻ്റെ മുന്നായിട്ട് 1-2 സ്റ്റെപ്പുകൾ ഇവിടെ ചെയ്ത് വെക്കണം. ഫസ്റ്റ് തന്നെ പുഡിങ്ങിൻ്റെ ട്രേ ബട്ടർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. എന്നാൽ നമ്മുടെ പുഡിങ് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ടിന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ടിന്നിൽ തന്നെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുഡിങ് ടിന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് കോഫീൻ്റെ മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ എടുക്കാം, അതിനെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റുള്ള കോഫിയൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് ഇൻസ്റ്റൻറ്റ് കോഫിക്കായിരിക്കും. പിന്നെ ഈ ഒരു പുഡിങ്ങിന് ചൈനാഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതിനൊക്കെ പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പുഡിങ്ങിന് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഈ ഒരു പുഡിങ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് സൂപ്പർ തന്നെ ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് കട്ടകളൊന്നുമില്ലാതെ ഒരു 1/4 കപ്പ് മിൽക്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. 2 കപ്പ് മിൽക്ക് എന്ന് പറഞ്ഞാൽ 500 ml ആണ്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിനായാലും പിന്നെ ഇനി നല്ല മിൽക്ക് ഷേക്കിനൊക്കെ ആയാലും നമ്മൾ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇവിടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണം. പിന്നെ ആ ഭാഗത്ത് തന്നെ പോകാൻ പറ്റില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിഭാഗം ഒട്ടും തന്നെ കരിയാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. സൈഡ്സും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്രീമി ടെക്സ്ചറിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫീൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കോഫീൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ബബിൾസ് വരണം. അങ്ങനെ ബബിൾസ് വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയതിന് ശേഷം നമ്മുടെ ബൗളിലേക്ക് സെർവ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ചൂടോട് കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അതുകൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഫി പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ഈ കോഫി പുഡിങ് നമുക്ക് ബൗളിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റിയത്. ഇനി ബൗളിൽ നിന്ന് തന്നെ കോരി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്, അതുപോലെ തന്നെ സ്മൂത്ത് ആണെന്നുള്ളത്. ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഈ ഒരു പുഡിങ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് പുഡിങ് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് കസ്റ്റാർഡ് പൗഡറും ചേർത്തിട്ട് നല്ലൊരു ക്യാരറ്റ് പുഡിങ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.